ഹലോ എവ്രി വൺ, വെൽക്കം അഗെയിൻ ടു ഇംഗ്ലീഷ് വാവ്. മൈ നെയിം ഈസ് നിഷാന്ത്. ബോർഡിൽ കാണാം, രണ്ട് സെൻറ്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. അവർ മുറി വൃത്തിയാക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ മുറി വൃത്തിയാക്കിയിട്ടുണ്ട്. ഈ രണ്ട് സെൻറ്റൻസുകളും തമ്മിൽ ഇംഗ്ലീഷിൽ വലിയൊരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്താണെന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഒന്നിന് നമ്മൾ ആക്റ്റീവ് വോയിസ് എന്ന് പറയും, രണ്ടാമത്തിന് പാസീവ് വോയിസ് എന്ന് പറയും. ഈ ആക്റ്റീവ് ആൻഡ് പാസീവ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതിൻ്റെ മലയാളം കേട്ടിട്ടുണ്ടോ? അത് മലയാളം എങ്ങനെയാണ് വരിക? കർത്തരി കർമ്മിണി പ്രയോഗം എന്നാണ്. കർത്തരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്റ്റീവ് വോയിസ്, കർമ്മിണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസീവ് വോയിസ്. അതെന്താണെന്നുള്ളതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇത് സ്പോക്കൺ ഇംഗ്ലീഷിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഇത് അവസാനം വരെ കാണാൻ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും, യൂസ്ഫുൾ ആവും. സി ദ ഫസ്റ്റ് സെൻറ്റൻസ്, വാട്ട് ഈസ് ഇറ്റ്? അവർ മുറി വൃത്തിയാക്കിയിട്ടുണ്ട്. അവർ മുറി വൃത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? ദേ ഹാവ് ക്ലീൻഡ് ദ റൂം. ദേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, അവർ എന്നുള്ള അർത്ഥമാണ്. പിന്നെ വൃത്തിയാക്കിയിട്ടുണ്ട് എന്ന് പറയാനാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഹാവ് ക്ലീൻഡ് എന്ന് പറഞ്ഞത്. ഈ ദേ ഹാവ് ക്ലീൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തിയാക്കിയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഈ വൃത്തിയാക്കി കഴിഞ്ഞു, അതായത് ജസ്റ്റ് കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾ ആ സിറ്റുവേഷൻ ഒന്ന് ആലോചിക്കുക. ഒരു കൂട്ടം ആൾക്കാർ മുറി വൃത്തിയാക്കി, അപ്പോൾ വൃത്തിയാക്കി കഴിഞ്ഞു. ആ സമയത്ത് നിങ്ങളോട് ഒരാൾ വന്നിട്ട് പറയാണ്, ദേ ഹാവ് ക്ലീൻഡ് ദ റൂം. അവർ മുറി വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് കംപ്ലീറ്റഡ് ആക്ഷൻ ആണ്, അതിനിപ്പോൾ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് ആ മുറി ഇപ്പോഴും വൃത്തിയാക്കിയിട്ടുള്ള അവസ്ഥയിലാണ് ഉള്ളത്. ജസ്റ്റ് കംപ്ലീറ്റഡ് ആക്ഷൻ. ഓക്കെ, സോ they have cleaned the room. Cleaned what? The room. You understand? അപ്പോൾ ഇവിടെ ചെയ്യുന്ന ഒരാളുണ്ട്. ആരാണത്? ദേ എന്ന് പറയുന്ന ഒരാളുണ്ട്. മലയാളത്തിൽ നമ്മളതിന് അവർ എന്ന് പറയും. അപ്പോൾ അവരാണ് മുറി വൃത്തിയാക്കിയിട്ടുള്ളത്. ചെയ്യുന്ന ഒരാളുണ്ട്. ഇതിനാണ് നമ്മൾ ആക്റ്റീവ് വോയിസ് എന്ന് പറയുക. ചെയ്യുന്ന ഒരാൾക്ക് അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ചെയ്യുന്ന ഒരാളെക്കുറിച്ച് നമ്മൾ ആദ്യം പറയും. യു അണ്ടർസ്റ്റാൻഡ്? എന്നാൽ രണ്ടാമത്തെ സെൻറ്റൻസ് നിങ്ങൾ നോക്കൂ. മുറി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇവിടെ ചെയ്യുന്ന ഒരാളുണ്ടോ? ചെയ്യുന്ന ഒരാൾ ഇവിടെ ഇല്ല, അത് മിസ്സിംഗ് ആണ്. അല്ലെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് വെക്കാം. മുറി വൃത്തിയാക്കിയിട്ടുണ്ട് അങ്ങനെ പറയില്ലേ? അങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്താണ് പറയുക? അപ്പോൾ ആ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ മാറി. നോക്കൂ, ദ റൂം, മുറി അല്ലേ, ദ റൂം ഹാസ് ബീൻ ക്ലീൻഡ്. ഈ ക്ലീൻഡ് എന്ന് പറയുന്നത് വേർബിൻ്റെ തേർഡ് ഫോമാണ്. ഈ ഒരു പറഞ്ഞ സെൻറ്റൻസിനാണ് നമ്മൾ ഇംഗ്ലീഷിൽ പാസീവ് വോയിസ് എന്ന് പറയാം. ഇവിടെ ചെയ്യുന്ന ആളെ കുറിച്ച് നമ്മൾ പറയുന്നില്ല. ചെയ്യുന്ന ആളെക്കുറിച്ച് നോർമലി നമ്മൾ പറയാതെ, ഇനി പറയണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മളൊരു ബൈ ഇട്ടിട്ട് പറയും. അതിൻ്റെ ആവശ്യമില്ല, അതിന് ഇമ്പോർട്ടൻസ് ഇല്ല. ഓക്കെ, സോ വാട്ട് ഈസ് ഇറ്റ്? ദ റൂം ഹാസ് ബീൻ ക്ലീൻഡ്. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യം, ഇവിടെ നമ്മൾ പറഞ്ഞത് റൂം എന്നാണ്. വാട്ട് ഈസ് ഇറ്റ്? റൂം. ഈ റൂം എന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ എന്ത് ഉപയോഗിച്ചിട്ടുള്ളത്? ഹാസ് ബീൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് ഒരു റൂമാണ്, അതായത് സിംഗുലർ ആണ്. സിംപിളി പറഞ്ഞു കഴിഞ്ഞാൽ സിംഗുലർ എന്നാണ് നമ്മൾ പറയുക, ഒരു കാര്യമാണ്. സോ ദ റൂം ഹാസ് ബീൻ ക്ലീൻഡ്. ഇവിടെ നമ്മൾ ഹാസ് ബീൻ എന്ന് പറഞ്ഞതിന് ശേഷം ഇവിടെ ഒരു V3 ഫോമാണ് ഉപയോഗിക്കുക. അപ്പോൾ അതിനർത്ഥം എന്താ? മുറി വൃത്തിയാക്കിയിട്ടുണ്ട്, റൂം വൃത്തിയാക്കിയിട്ടുണ്ട്. ആരാണ് അത് നമ്മൾ പറയുന്നില്ല. സിംപിളി പറയണം, റൂം വൃത്തിയാക്കിയിട്ടുണ്ടെന്ന് പറയണം. അപ്പോൾ എന്താ? ദ റൂം ഹാസ് ബീൻ ക്ലീൻഡ്. യു അണ്ടർസ്റ്റാൻഡ്? സോ ഇതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. ഒന്നാമത്തതിൽ ചെയ്യുന്ന ഒരാളുണ്ട്, ദേ ഹാവ് ക്ലീൻഡ് ദ റൂം. രണ്ടാമത്തേൽ ചെയ്യുന്ന ആളില്ല. ചെയ്യുന്ന ആൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നമ്മൾ ജസ്റ്റ് റൂം വൃത്തിയാക്കിയിട്ടുണ്ട് എന്ന് പറയാണ്. സോ ദ റൂം ഹാസ് ബീൻ ക്ലീൻഡ്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കാം. രണ്ടാമത്തെ എക്സാമ്പിളിലേക്ക് വരുന്ന സമയത്ത് ഒരു ചെറിയ വ്യത്യാസമുണ്ട്. എന്താണ് വ്യത്യാസം? നോക്കൂ, അതേ സെൻറ്റൻസ് തന്നെയാണ്. മുറികൾ വൃത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. മുറികൾ വൃത്തിയാക്കിയിട്ടുണ്ട്. ഒന്നാമത്തെ സെൻറ്റൻസിൽ എന്തായിരുന്നു? ഒന്നാമത്തെ സെൻറ്റൻസിൽ മുറി വൃത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ എന്താണ്? റൂംസ് ആണ് അല്ലേ, മുറികളാണ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ദേ ഹാവ് ക്ലീൻഡ് ദ റൂംസ്. അതായത് റൂം എന്നതിന് പകരം വേറെ വ്യത്യാസമൊന്നുമില്ല, റൂംസ് എന്ന് നമ്മൾ പറഞ്ഞു. ദേ ഹാവ് ക്ലീൻഡ് ദ റൂംസ്. ഒന്നാമത്തിൽ എന്തായിരുന്നു? ദേ ഹാവ് ക്ലീൻഡ് ദ റൂം. പക്ഷേ ഇതിൽ രണ്ടാമത്തേലേക്ക് വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കൂ, മുറികൾ വൃത്തിയാക്കിയിട്ടുണ്ട് എന്ന് പറയാണ്. അതായത് ആരാണ് ചെയ്തത് എന്ന് പറയാതെ മുറികൾ വൃത്തിയാക്കിയിട്ടുണ്ടെന്ന് പറയാണ്. സോ വാട്ട് ഈസ് ഇറ്റ്? ഇവിടെ നിങ്ങൾ നോക്കൂ, ദ റൂംസ്, ദ റൂംസ്. പക്ഷേ ഇവിടെ പറയുന്നത് എന്താണ്? ഹാവ് ബീൻ ആണ്. മുമ്പ് പറഞ്ഞത് എന്താ? ഹാസ് ബീൻ ആയിരുന്നു. അപ്പോൾ ഈ റൂംസ് ആയതുകൊണ്ട്, അതായത് പ്ലൂരൽ ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഹാവ് ബീൻ ഉപയോഗിക്കുന്നത്. അവിടെ എന്തായിരുന്നു? സിംഗുലർ ആയിരുന്നു. സിംഗുലർ ആയ സമയത്ത് ഹാസ് ബീൻ ആണ് നമ്മൾ ഉപയോഗിച്ചത്. സോ ദ റൂംസ് ഹാവ് ബീൻ ക്ലീൻഡ്. വേറൊരു വ്യത്യാസമല്ല. അപ്പോൾ അത് മനസ്സിലാക്കേണ്ട എന്താ? സിംഗുലർ ആണെങ്കിൽ എന്ത് ഉപയോഗിക്കുക? ഹാസ് ബീൻ ഉപയോഗിക്കുക. പ്ലൂരൽ ആണെന്നുണ്ടെങ്കിൽ ഹാവ് ബീൻ ഉപയോഗിക്കുക. യു അണ്ടർസ്റ്റാൻഡ്? വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അവർ മുറികൾ വൃത്തിയാക്കിയിട്ടുണ്ടെന്ന് പറയണം. സോ ദേ ഹാവ് ക്ലീൻഡ് ദ റൂംസ്. They have cleaned the rooms. Rooms
മുറികൾ വൃത്തിയാക്കിയിട്ടുണ്ട്, ദ റൂംസ് ഹാവ് ബീൻ ക്ലീൻഡ്. ആരാ വൃത്തിയാക്കിയിട്ടുള്ളത് അത് പറയുന്നില്ല, ആ സിറ്റുവേഷൻ ആലോചിക്കുക. മുറികൾ വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ എന്ന് പറയുന്നത്, ദ റൂംസ് ഹാവ് ബീൻ ക്ലീൻഡ്. യു അണ്ടർസ്റ്റുഡ്? ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് എക്സാമ്പിൾ. സി, അവർ വാതിൽ തുറന്നിട്ടുണ്ട്. ചെയ്യുന്ന ആൾ അവിടെ ഉണ്ട്. ആരാണത്? ദേ ആണ് അല്ലേ. They have, what is it? Opened. They have opened. തുറന്നിട്ടുണ്ട്, അവർ തുറന്നിരിക്കുന്നു. They have opened what? The door. They have opened the door. ഇനി ഡോർ തുറന്നിട്ടുണ്ട്. ആരാന്ന് പറയാതെ ഡോർ തുറന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ പറയാം? The door, see, the door has been opened. V3. ഇവിടെയൊക്കെ V3 ആണ് കേട്ടോ വരിക. The door has been opened. ഓക്കെ, ദ ഡോർ ഹാസ് ബീൻ ഓപ്പൺഡ്. ഡോർ ആയതുകൊണ്ടാണ് എന്ത് ഉപയോഗിച്ചിട്ടുള്ളത്? ഹാസ് ബീൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാലോ. ഇനി ഡോർസ് എന്ന് പറയുമ്പോൾ എന്താ വരിക? ഹാവ് ബീൻ ആണ് പറയാം. നമുക്ക് അടുത്തേക്ക് പോകാം. ദാ, അവർ വാതിലുകൾ തുറന്നിട്ടുണ്ട്. ദേ ഹാവ് ഓപ്പൺഡ് ദ ഡോർസ്. ദ ഡോർസ്. ഇനി വാതിലുകൾ തുറന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നോക്കൂ, ദ ഡോർസ്. അപ്പോൾ ഇവിടെ മാറി, ദ ഡോർസ് ഹാവ് ബീൻ. ഹാവ് ബീൻ എന്നുള്ളത് പ്ലൂരലിൻ്റെ കൂടെയാണ് വരിക. ഓക്കെ, ദ ഡോർസ് ഹാവ് ബീൻ ഓപ്പൺഡ്. അഗെയിൻ V3. ഇപ്പോൾ ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് അടുത്ത സ്ലൈഡ് നോക്കാം. അവർ ജനൽ അടച്ചിട്ടുണ്ട്. എന്താ പറയുക? ദേ ഹാവ് ക്ലോസ്ഡ് ദ വിൻഡോ. ദേ ഹാവ് ക്ലോസ്ഡ് ദ വിൻഡോ. നോക്കൂ, ഹാവ് ക്ലോസ്ഡ്, സോറി, ഹാവ് ക്ലോസ്ഡ്. ദേ ഹാവ് ക്ലോസ്ഡ്. ക്ലോസ്ഡ് വാട്ട്? ദ വിൻഡോ. ദേ ഹാവ് ക്ലോസ്ഡ് ദ വിൻഡോ. ജനൽ അടച്ചിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പോൾ എങ്ങനെ പറയാം? ദ വിൻഡോ ഹാസ് ബീൻ ക്ലോസ്ഡ്. ദ വിൻഡോ, വിൻഡോ ആയതുകൊണ്ടാണ് ഹാസ് ബീൻ. വിൻഡോസ് എന്നാകുമ്പോൾ ഹാവ് ബീൻ ആണ് വരിക അല്ലേ. സോ ദ വിൻഡോ ഹാസ് ബീൻ ക്ലോസ്ഡ്. ഇത് ആരാ ചെയ്തത്? ചെയ്ത ആരെങ്കിലും ഉണ്ടാവും, പക്ഷെ അത് ഇമ്പോർട്ടൻ്റ് അല്ല. ജനൽ അടച്ചിട്ടുണ്ട് എന്നുള്ളത് ജസ്റ്റ് പറയണത്, ദ വിൻഡോ ഹാസ് ബീൻ ക്ലോസ്ഡ്. ജനലുകൾ അടച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴോ, ദ വിൻഡോസ് ഹാവ് ബീൻ ക്ലോസ്ഡ് അല്ലേ. ദ They have closed the windows. അവർ ജനലുകൾ അടച്ചിട്ടുണ്ട്. They have closed the. ഞാൻ ഒരുപാട് എക്സാമ്പിൾസ് കാണിക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സോ they have closed the windows. ഇനി ജനലുകൾ അടച്ചിട്ടുണ്ട്. The windows, see this, have been. The windows has been എന്ന് പറയില്ല. The windows have been closed. V3. The windows have been closed. Let's move to the next one. What is it? അവർ പുസ്തകം ക്രമീകരിച്ചിട്ടുണ്ട്. ക്രമീകരിക്കുക നമ്മൾ എന്താ പറയുക? Arrange എന്നാ പറയാം. So they have arranged the book. They have arranged the book. അല്ലേ, they have arranged the book. The book. ഇനി ബുക്കിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ബുക്ക് എന്നുള്ളത് സിംഗുലർ ആണ്, ഒരു പുസ്തകമാണ് അല്ലേ. The book, it's only one book. അപ്പോൾ അതെന്താണ്? സിംഗുലർ ആണ്. The book has been, see this, the book has been arranged. The book has been arranged. ഇനി പുസ്തകങ്ങളാണെന്നുണ്ടെങ്കിലോ, ലെറ്റ്സ് സി, പുസ്തകങ്ങളാണ് എന്താ പറയുക? ദേ ഹാവ് അറേഞ്ച്ഡ് ദ ബുക്സ്. അപ്പോൾ ബുക്സ് എന്ന് പറയുന്നത് എന്താണ്? പ്ലൂരലാണ്. ഈ പുസ്തകങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ പറയാം? ദ ബുക്സ്, സി ദിസ്, ഹാവ് ബീൻ അറേഞ്ച്ഡ്. ദ ബുക്സ് ഹാവ് ബീൻ അറേഞ്ച്ഡ്. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും എന്ന് കരുതുന്നു. അതുപോലെ തന്നെ നോക്കൂ, അവർ കാറ് കഴുകിയിട്ടുണ്ട്. അതെങ്ങനെ പറയാം? ദേ ഹാവ് വാഷ്ഡ് ദ കാർ. ദേ ഹാവ് വാഷ്ഡ് ദ കാർ. ഇനി കാറ് കഴുകിയിട്ടുണ്ട്. ദ കാർ, സി, ദ കാർ, what is it? The car has been, only one car. The car has been washed. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് ഫോമാണ്. എപ്പോഴും മനസ്സിലാക്കുക, ഈ ഹാസ് ബീനോ ഹാവ് ബീനോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ തേർഡ് ഫോമാണ് വരിക. ദ കാർ ഹാസ് ബീൻ വാഷ്ഡ്. വാട്ട് അബൌട്ട് ദ നെക്സ്റ്റ് വൺ? കാറുകൾ കഴുകിയിട്ടുണ്ട്. ദേ ഹാവ് വാഷ്ഡ് ദ കാർസ്. ഒന്നിൽ കൂടുതലാണ് അല്ലേ. ദേ ഹാവ് വാഷ്ഡ് ദ കാർസ്. ഇനി കാറുകൾ കഴുകിയിട്ടുണ്ട് എന്നാകുമ്പോഴോ സിമ്പിളാണ് അല്ലേ. ദ കാർസ് ഹാവ് ബീൻ washed again, third form. You understood? അടുത്തത്, അവർ കത്ത് എഴുതിയിട്ടുണ്ട്. അവർ കത്ത് എഴുതിയിട്ടുണ്ടെന്ന് എങ്ങനെ പറയാം? They have written the letter. They have written the letter. ഇനി കത്ത് എഴുതിയിട്ടുണ്ടെന്നുള്ളതിന് എങ്ങനെ പറയാ? നോക്കൂ, സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? The letter സിംഗുലർ ആണ്. The letter has been written. കത്ത് എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്കൊരു ക്വിസായിട്ട് തരികയാണ്. അവർ കത്തുകൾ എഴുതിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് എന്താണെന്ന് എഴുതുക. നിങ്ങൾ ഇവിടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. അതുപോലെ തന്നെ കത്തുകൾ എഴുതിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് എന്താണെന്നുള്ളതും കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. അത് നന്നായിട്ട് മനസ്സിലാക്കുക കേട്ടോ. അത് നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യേണ്ടി വരുന്ന ഒരു കാര്യമാണ് ഈ ആക്റ്റീവ് പാസീവ് വോയിസ് എന്നുള്ളത്. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പിന്നെ ഞങ്ങൾക്ക് 1-on-1 ആയിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്.
നിങ്ങളുടെ ഫ്രീ ടൈമിനനുസരിച്ച് ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും ഈ കോഴ്സിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്പർ കൊടുക്കുന്നുണ്ട്, കോൺടാക്ട് ചെയ്യാം. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.